എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 216-ാമത്തെയാണ്. ഇതിനകത്ത് സദ്ഗുരുവിൻ്റെ ബാല്യപരുവത്തിനെ പറ്റി തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ ചില വിശേഷപ്പെട്ട ഗുണങ്ങൾ കൊച്ചിലേ സദ്ഗുരുവിന് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് പിന്നെ വലുതാകുമ്പം വലിയ രീതിയിൽ സ്പിരിച്വൽ അച്ചീവ്മെൻറ്റ്സിന് വിത്തിട്ടത്. അല്ലെങ്കിൽ നേരത്തെ അതൊക്കെ ഉണ്ടായിരുന്നു, ജനിക്കുമ്പോഴേ കുഞ്ഞിലേ അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ഓക്കെ, എൻ്റെ ഒരു ഇത്. അതായത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മെമ്മറി എന്ന് വെച്ചാൽ ഓർമ്മശക്തി, നല്ല ഓർമ്മശക്തിയാണ്. അതായത് അവരുടെ അമ്മയൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹത്തിന് തന്നെ അറിയുന്നത്. അതായത് അദ്ദേഹം ജനിച്ച് ഒരു 2 മാസം 3 മാസം ആ സമയത്ത്, ഇപ്പോൾ ജനിച്ച ഒരു കൊച്ചിനെ 1 മാസം ആകുന്നവരെ എത്ര നാളായി എന്ന് ചോദിച്ചാൽ 10 ദിവസമായി, 15 ദിവസമായി എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ 90 ദിവസമൊന്നും നമ്മൾ കണക്കിട്ടുകൊണ്ടിരിക്കത്തില്ല, ഇല്ലയോ? 3 മാസമായി, 4 മാസം, 6 മാസം, മാസക്കണക്കായിരിക്കും. അപ്പം അത്രയും കൊച്ചു നാളിൽ പോലും വീട്ടിൽ നടന്ന സംഭാഷണകൾ സദ്ഗുരുവിന് നല്ല ഓർമ്മയിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വലുതാകുമ്പം പറയുമ്പം വീട്ടിലുള്ള ആൾക്കാർക്ക്, അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര അതിശയമാണ്. എങ്ങനെ കൊച്ചു കുഞ്ഞായിട്ട് കിടന്നപ്പം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇത്രയും ഓർമ്മയിൽ വെച്ചിരുന്ന് പറയുന്നു. അപ്പം ഇന്ന കാര്യം ഇന്ന സമയം സംസാരിച്ചു, അപ്പം അമ്മ ഇന്ന കളർ സാരിയാണ് ഉടുത്തിരുന്നേ, അതുവരെ ഓർമ്മയിൽ നിൽപ്പുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര കൊച്ചിലേ വരുന്ന സ്വഭാവങ്ങളല്ല. ഇതൊക്കെ അതിൻ്റെ മുൻജന്മത്തൊക്കെ ചെയ്ത് വന്ന ഒരു സാധന കൊണ്ട് കിട്ടുന്ന ഒരു ശക്തിയാണ് ഇതൊക്കെ. അങ്ങനെ അതേപോലെ മറ്റവരെയും ശരിക്ക് അളക്കാൻ പറ്റും. ഒരു നോട്ടത്തിൽ തന്നെ സദ്ഗുരുവിന് മറ്റവരെ അളക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈ കൊച്ചിലെ തന്നെ സദ്ഗുരുവിനെ കുഞ്ഞായിട്ട് ആരും എടുത്ത് കെട്ടിപ്പിടിച്ച് ലാളിച്ച് അങ്ങനെ ആരും അടുക്കാറില്ല ആയിരുന്നു. ഇദ്ദേഹം 5 വയസ്സിൽ തന്നെ ആൾക്കാരെ ഇങ്ങനെ നോക്കുമ്പം അവരെയൊക്കെ തുണിയില്ലാതെ, വസ്ത്രമില്ലാത്ത ദേഹമായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റും ചിലപ്പോൾ. അതായത് ആളുകളെ ഒന്നീ വസ്ത്രമില്ലാതെ നേക്കഡായിട്ടുള്ള ദേഹം കാണും, അല്ലെങ്കിൽ ആളുകളുടെ പ്രാണമയ കോശാവിനെയാണ് കാണുന്നത്. പ്രാണമയ കോശം എന്ന് പറഞ്ഞാൽ ആസ്ട്രൽ ബോഡിയാണ് കാണുന്നത്. അതായത് ഈ സ്ഥൂല ശരീരത്തിനെ കാണത്തില്ല, സൂക്ഷ്മ ശരീരത്തിനെയാണ് സദ്ഗുരുവിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. ആളുകളെ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ, അതായത് ഇപ്പം അദ്ദേഹം എന്തോ വിചാരിച്ചെന്നോ, കുറേ നാൾ വലുതാകുന്നവരെ, ഒരു 10-20 വയസ്സ് വരെ എല്ലാവർക്കും ഇങ്ങനെയാണ് കാണുന്നത്, മറ്റവരെയൊക്കെ എല്ലാവർക്കും ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നതെന്നാണ് ധരിച്ചിരുന്നത്. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന് കാണുന്നത് അങ്ങനെയാണ്. ഒരു പനി മൂടിയ പോലെ, ഒരു ദേഹത്തിനെ ചുറ്റി ഒരു ലേശം പഞ്ഞി മൂടി വെച്ചാൽ എങ്ങനെ, ഒരു പനി മൂടി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു ഡെഫിനറ്റായിട്ടുള്ള രൂപമല്ല കാണുന്നത്. ഹേസി ആയിട്ട്, വളരെ ഒരുമാതിരി ലൈറ്റായിട്ട്, അതായത് അവരവരുടെ ആസ്ട്രൽ ബോഡിയാണ് അദ്ദേഹം കാണുന്നത്. ഈ 5-6 വയസ്സിലൊക്കെ അങ്ങനെയൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സിനെ കാണുന്നത്. അമ്മയും അച്ഛനും ചേച്ചിമാരും ചേട്ടനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീട്ടിൽ നടക്കുമ്പം ഒന്നീ ആ പ്രാണമയ കോശം ആസ്ട്രൽ ബോഡിയെ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഒരു തെളിവില്ലാത്ത ഒരു രീതിയിൽ കാണും. അതാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത് എന്നുള്ള ധാരണയിൽ കുറേ നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതേ സമയത്ത് അതുമാത്രമല്ല,
അദ്ദേഹം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം എന്ന് വെച്ചാൽ ജഗ്ഗി കൊച്ചു പയ്യൻ എല്ലാവരുടെ കൂടെയും ഇവനും ഓടിയാടി നടക്കുമ്പം അങ്ങനല്ല കാണുന്നത്. അതേസമയത്ത് ഒരു സ്ഥലത്ത് ഇരുന്ന് വീട്ടിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമല്ലോ, അവരെ ഇങ്ങനെ കാണുമ്പം ആ പ്രാണമയ കോശമാണ് കണ്ണിൽ കാണുന്നത്. ഇതൊക്കെ ഒരുപാടൊന്നും ആ പയ്യൻ എല്ലാവരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. ചില ഈ കൊച്ചിൻ്റെ നടപടികൾ വെച്ച് തന്നെ അവരുടെ അച്ഛന് ഭയങ്കര സംശയമായിരുന്നു. സംശയം എന്ന് വെച്ചാൽ ഈ കൊച്ചിനെ ഇനി ഡോക്ടറെ അടുത്ത് കാണിക്കണോ, ഏതെങ്കിലും ചികിത്സ കൊടുക്കണോ, ഇത് നോർമൽ കൊച്ചായിട്ടേ അല്ലല്ലോ ഇത് ഇരിക്കുന്നത്, ഒരുപാട് അബ്നോർമാലിറ്റീസ് കാണിക്കുന്നല്ലോ എന്നൊക്കെ അവരുടെ അച്ഛൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പോലും. അദ്ദേഹത്തിന് ഒന്നിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും അതിന് ഭയങ്കരമായിട്ട് ഒരു കാര്യം നോക്കുമ്പം അതിന് ശ്രദ്ധ കൊടുക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇല കണ്ടാലേ ആ ഇലയെ തന്നെ 2 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കും. അതിനകത്തുള്ള സെൽസൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വരെ ആ പയ്യന് കാണാൻ പറ്റും. ഒരു സാധനത്തിനെ കണ്ട വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വരെ പോയി അതിനെ നോക്കുന്ന ഒരു സ്വഭാവം നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 1ാം ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നപ്പം ഒരു ടീച്ചറടുത്ത് ഈ കൊച്ചൻ ചോദിച്ചെന്ന്, ടീച്ചറെ നിങ്ങൾ എന്തിനാണ് റെഡ് അണ്ടർവെയർ ഇട്ടിരിക്കുന്നത്, റെഡ് ജട്ടി എന്തിനാണ് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചെന്ന്. ചിലപ്പോൾ അവർ ലൈറ്റ് കളറോ അല്ലെങ്കിൽ വൈറ്റ് സാരി ആയിരിക്കും കൊടുത്തേ. അപ്പോൾ അണ്ടർവെയർ എന്തിനാണ് റെഡ് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചെന്ന്. ആ ടീച്ചർക്ക് വന്ന ദേഷ്യം, അതിന് പിന്നെ ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് എടുത്തിട്ട് അടിച്ച് കാണും, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി കാണും, എന്തെങ്കിലും ചെയ്ത് കാണും. പക്ഷേ അപ്പോഴൊക്കെ കൂടെ ഇതൊക്കെ ഒരു അമാനുഷ്യമായ ഒരു ശക്തിയാണ്. അബ്നോർമലായിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുമ്പം ഇത് അമാനുഷ്യമായിട്ടുള്ള ഒരു ശക്തിയാണ് ഈ കൊച്ചിനുള്ളതെന്ന് ആരും അത് മനസ്സിലാക്കിയിട്ടില്ല. അത് ഒരു വലിയ ഒരു വിഷയമാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയുന്നു, ഇപ്പം ഒരു തത്വം, എന്തോ ഒരു കാര്യം നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്നത് തന്നെ ഞാനതിനെ വേറെ ഒരു ആംഗിളിൽ ചിന്തിച്ച് പറയുന്നു. അപ്പം എല്ലാവർക്കും അത് മനസ്സിലാവത്തില്ല. എൻ്റെ കൂട്ട് ചിന്തിക്കാൻ പറ്റിയവർക്ക് മാത്രമേ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. മറ്റവർക്കാർക്കും അത് മനസ്സിലാവത്തില്ല. അപ്പം മറ്റവർ എന്നെ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഭ്രാന്തി എന്ന് പറയും. എന്നുവെച്ചാൽ അവരുടെ ലെവൽ അത്രയേ ഉള്ളൂ. അവർക്ക് എൻ്റെ ലെവലിന് ഉയർന്ന് ഞാൻ പറയുന്നതിന് ഈക്വലായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെ രീതിക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയും, അവരുടെ കണ്ണോട്ടത്തിൽ അവർ പറയുന്നതല്ലേ ന്യായം, അവർ കാണുന്നതാണല്ലോ ശരി. അപ്പം അവരുടെ കണ്ണോട്ടത്തിൽ ഞാൻ തെറ്റുകാരി, അല്ലെങ്കിൽ ഞാൻ മണ്ടത്തി, ബുദ്ധിയില്ലാത്തവൾ, അല്ലെങ്കിൽ ഭ്രാന്തി, അങ്ങനെയാണ്. അപ്പം ഈ സ്കൂളിൽ എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, വീട്ടിലെന്തൊക്കെയോ കാണിക്കുന്നു. പക്ഷേ ആർക്കും തന്നെ കൊച്ചിലെ ഇത് വലിയ ഒരു ഈ കൊച്ചിന് ഒരുപാട് പവേഴ്സ് ഉണ്ട്, ഈ കൊച്ച് സാധാരണപ്പെട്ട കൊച്ചല്ല എന്ന് ആരും അങ്ങനെ ചിന്തിക്കാൻ പോയില്ല. എന്നുവെച്ചാൽ അവരുടെ ലെവൽ എന്ന് പറയുന്നത് അത്രയേ ഉള്ളായിരുന്നു. അത് ഈ അമ്മയ്ക്കും അച്ഛനും പോലും ശരിക്കും ഇങ്ങനെ ആ കൊച്ചിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം കുറച്ച് വലുതായിട്ട് 10-16 വയസ്സായിട്ട് വലുതായ പിന്നീട് ഈ പയ്യൻ ജഗ്ഗി ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ കയറുന്നു വെച്ചാൽ ഹോസ്റ്റലിലെങ്ങാനും ഇരുന്ന് കാണും. അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ കയറിയ ഉടനെ സദ്ഗുരു ചോദിക്കുന്നു, ഇവിടെ ഏതോ ഒരു പെണ്ണിൻ്റെ വാട അടിക്കുന്നല്ലോ
ഒരു പെൺവാട അടിക്കുന്നല്ലോ, എവിടുന്നാ നിൻ്റെ റൂമിലൊരു പെണ്ണിൻ്റെ ഒരു മണം. അപ്പം പറഞ്ഞെന്ന് അജയ് അങ്ങനൊന്നുമല്ല, എൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്നു, ചേച്ചി ഇപ്പം ബാത്റൂമിൽ പോയിട്ടുണ്ട്, അതാണ് എന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയെ അവിടെ വന്നിട്ടുള്ളതോ അറിഞ്ഞൂടാ, ചേച്ചി അവിടെ ഉള്ളതും അറിഞ്ഞൂടാ. എന്നാലും വൈബ്രേഷനിൽ നിന്ന് സദ്ഗുരുവിന് മനസ്സിലാക്കാൻ പറ്റുന്നു ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയാണ് ആ ചോദ്യം ചോദിച്ചത്. അതുപോലെ സദ്ഗുരുവിൻ്റെ വീട്ടിൽ 3-ാമത്തെ നിലയിൽ ടെറസാണ്, ഓപ്പൺ ടെറസാണ്. സദ്ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ആ 3-ാമത്തെ ടെറസാണ്. എന്നുവെച്ചാൽ അവിടെ പോകാൻ പടിയില്ല, സ്റ്റെയർ കേസില്ല, അപ്പോൾ അവിടെ ആരും വരത്തില്ല. പക്ഷേ ഈ പയ്യന് പറ്റുമല്ലോ, എവിടെ വേണമെങ്കിലും ചാടിക്കയറുമല്ലോ. അങ്ങനെ ചാടിക്കയറി സദാസർവകാലവും ആ ടെറസിലാണ് സമയം ചെലവിടുന്നത്. സമയം ചെലവിടുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ചുകൊണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് ഈ വലിയ ഒരു കൊട്ടാരം പണിയും. കൊട്ടാരം പണിയുന്നതെന്ന് വെച്ചാൽ കൈ കൊണ്ടോ അതൊന്നുമല്ല, മനസ്സുകൊണ്ട് ഒരു കൊട്ടാരം പണിയും. അതിൽ ഓരോ കല്ലായിട്ട് എടുത്ത് വെച്ച് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും വളരെ ശ്രദ്ധയോടുകൂടി അത് എടുത്ത് വെച്ച് മനസ്സിലിങ്ങനെ നമ്മൾ പറയത്തില്ലേ മനക്കോട്ട കെട്ടുന്നെന്ന്, ആ മനക്കോട്ട കെട്ടുന്നതിലാണ് സദ്ഗുരുവിൻ്റെ മൊത്തം സമയവും വീട്ടിലിരിക്കുമ്പം ചിലവിടുന്നത്. അല്ലാതെ എല്ലാ കുട്ടികളുടെ കൂട്ടും സ്കൂളിൽ പോയി വന്നു, ഹോംവർക്ക് ചെയ്തു, അടുത്ത കുറച്ച് പാഠങ്ങൾ പഠിച്ചു, അങ്ങനെയൊന്നുമല്ല. സ്കൂളിൽ പോവും, അവിടെ പോയി മരത്തിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നിട്ട് വരും. പിന്നെ വീട്ടിൽ വന്നാലും 3-ാമത്തെ ടെറസിൽ അവിടെ ആർക്കും കയറാൻ പറ്റാത്ത ഒരു സ്ഥലമായതുകൊണ്ട് സദ്ഗുരു സ്വന്തമായിട്ട് അവിടെ വലിഞ്ഞു കയറി ഇരുന്ന് സ്വന്തമായിട്ട് സ്വന്തം ഒരു ലോകം സൃഷ്ടിച്ച് അതിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പം 5-6 മണിക്കൂർ അവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് 15 വയസ്സ് കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒതുങ്ങിയിരിക്കുന്നത്, ഒരുപാട് സംസാരിക്കാത്തത്, പലരെയും പല രീതിയിൽ അവരുടേതായ ഒരു ഇതിൽ കാണുന്നത്, ഇതെല്ലാം ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഈ ഒരു കാസിൽ ഒരു കൊട്ടാരം പണിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഒരു കസിൻ വരും, സദ്ഗുരുവിൻ്റെ ഒരു കസിൻ. ആ കസിനെ കൊണ്ടുപോകും. നിന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞ് ഈ കസിനെയും അവിടെ വിളിച്ചുകൊണ്ട് പോയി ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുമ്പം ആ പയ്യനും കാണാൻ പറ്റും. ചിലപ്പം സദ്ഗുരു അവിടെ കൊണ്ടുപോകത്തില്ല. അപ്പം ഇവൻ കടന്ന് കരയുമെന്ന്, എന്നെ ഇനി അവിടെ കൊണ്ടുപോകണം, എനിക്ക് അത് കാണണം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ചെടികളും മരങ്ങളും പക്ഷികളും പ്രാണികളും അനിമൽസ്, വേറെ വലിയ മൃഗങ്ങൾ, ലെപ്പേർഡ്, റൈനോ, അതെല്ലാം അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ സത്യത്തിലും ഒന്നുമില്ല എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ മനസ്സുകൊണ്ട് അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് സദ്ഗുരുവിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതായത് ഫ്യൂച്ചറിൽ വലുതാകുമ്പം വലിയ ഒരു വിഷനറി ആയിട്ട് വരും എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് അതൊക്കെ. അതായത് ദീർഘദർശി എന്ന് പറയത്തില്ലേ, ഒരു 30 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 40 വർഷം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മുന്നേർപ്പാടാണ് ഇതൊക്കെ മനസ്സിൽ തോന്നുന്നത്. അതേപോലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അത്രയ്ക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ ആര് വരുന്നു, ആര് പോന്നു, അല്ലെങ്കിൽ ടി വിയിൽ എന്തുവാ, ആരെന്തോ സംസാരിക്കുന്നു, ആരെന്തോ തിന്നുന്നു, ഇതൊക്കെ ആയിരിക്കും നോട്ടം. പഠിത്തത്തിൽ വലിയ നോട്ടമില്ല. പക്ഷേ അത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഇല്ലാത്ത കുറവാണ്. പക്ഷേ ഈ സദ്ഗുരുവിന് അങ്ങനെയല്ല. ഒരു ചെറിയ കാര്യം ചെയ്താലും അതിൽ അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസോട് കൂടി നോക്കി കണ്ട് മനസ്സിലാക്കി അതിൽ അങ്ങനെ ഉന്നിച്ച് ഇരുന്ന് ചെയ്യും.
അപ്പം അതിൽ വേറെ ഒരു ചിന്തയും കാണത്തില്ല. അപ്പം ഈ ഇത്രയും കോൺസെൻട്രേഷൻ പവറൊക്കെ കൊച്ചു വയസ്സിലേ വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന സംഗതികളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതേപോലെ ഇപ്പം ഈ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ ഒരാൾ നല്ല വിജയിച്ച ഒരു സക്സസ്ഫുൾ മാൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും, അഷ്ടാവധാനിയാണ്, അവനൊക്കെ വലിയ അഷ്ടാവധാനിയാണ് എന്ന് പറയും. അഷ്ടാവധാനി എന്ന് വെച്ചാൽ ഒരേ സമയത്ത് 8 കാര്യം, അഷ്ടാന്ന് വെച്ചാൽ 8 കാര്യം ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് എന്നുള്ള ഒരു വ്യാഖ്യാനമാണത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ ചേരുന്നതിന് ചെന്നൈയിൽ 10 വർഷം ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് ടീച്ചറായിരുന്നത്. ആ പ്രിൻസിപ്പൾ അങ്ങനെയാണ്. ഒരേ സമയത്ത് സംസാരിക്കും, ഫോണിൽ സംസാരിക്കും, ആളുകളുടെ അടുത്ത് സംസാരിക്കും, എഴുതിക്കൊണ്ടിരിക്കും, മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കും. അങ്ങനെ ഞാൻ ഇന്നും അവരെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അവരുടെ അടുത്തു നിന്നൊക്കെ ഞാൻ കൊച്ചിലെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എത്ര സ്മാർട്ടായിട്ട് ഞാൻ അങ്ങനെ അവർ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കും. എന്തൊക്കെ ചെയ്യുന്നു ഒരേ സമയത്ത്, എന്ത് സ്മാർട്ടാണ്, എത്ര അപ്പോഴും അവർക്ക് നല്ല വയസ്സുണ്ട്. ഞാൻ പഠിച്ച് തീർന്ന ഉടനെ ജോലിക്ക് ചേർന്നു. പക്ഷേ അവർക്കൊക്കെ വലിയ പിള്ളേരുള്ള സമയം 50 വയസ്സെങ്കിലും കാണും. അപ്പോൾ അവർ ഏകദേശം ഒരു 90 വയസ്സ് വരെ ജീവിച്ചിരുന്ന് മരിച്ച്. ഇപ്പം ഈ ഇടയ്ക്കാണ് അവർ മരിച്ചത്. അപ്പം അത് അഷ്ടാവധാനി എന്നൊക്കെ പറയുന്നത് ഈ ലൗകിക ജീവിതത്തിൽ നല്ലതാണ്. അതേ സമയത്ത് ഈ ആത്മീയതയിൽ വരുമ്പം ഒരു സമയം ഒരു കാര്യമേ ചെയ്യാവൂ. അതാണ് ഈ 2 ലൈഫിലുമുള്ള വ്യത്യാസം. വൺ അറ്റ് എ ടൈം, വൺ തിങ് അറ്റ് എ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. അങ്ങനെയൊക്കെ ഫോക്കസ്ഡായിട്ടിരിക്കണം. മനസ്സ് ഒറ്റ കാര്യത്തിൽ ലയിച്ചിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കോൺസെൻട്രേഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് വളരെ ഹൈ ലെവൽ ഉള്ള ഗുണങ്ങളെല്ലാം, അതായത് ഒരു ജ്ഞാനിക്ക് ഉള്ള ഗുണങ്ങളെല്ലാം കൊച്ചിലേ ജഗ്ഗിക്ക് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വിധത്തിലും ജഗ്ഗി എന്ന് പറയുന്ന പയ്യൻ കൊച്ചിലെ ഈ സ്വഭാവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ മനഃപൂർവ്വം കാണിക്കുന്നതല്ല, ഉണ്ടായിരുന്നു. ജന്മനാ ഉള്ള സ്വഭാവങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടൊക്കെ ആയിരിക്കും വലുതായ പിന്നീട് ഇത്രയൊക്കെ സാധിക്കാൻ പറ്റിയത്. അതല്ലയോ തലക്കുറി എഴുതുമ്പോഴേ ഈസ് ബ്ലെസ്ഡ് വിത്ത് ദ ഫോർച്ചുനേറ്റ് ലൈഫ് എന്നാണ് പറഞ്ഞത്. വളരെ ഭാഗ്യം ചെയ്ത ഒരു ജീവിതമാണ് ഇവന് കിട്ടിയത് എന്ന് പറഞ്ഞത്. അപ്പം ഇതൊക്കെ ചില ക്വാളിറ്റീസാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ശരി, ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.